എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 പരീക്ഷകളോടൊപ്പം തന്നെ +1ൻ്റെ കമ്പാർട്ട്മെൻ്റൽ, അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ, അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതുപോലെ തന്നെ സ്കോൾ കേരള, പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള പരീക്ഷകൾ കൂടി ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ശനിയാഴ്ചത്തെ പരീക്ഷയോടുകൂടി ഈ വർഷത്തെ +1ൻ്റെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പരീക്ഷകൾ അവസാനിക്കും. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോൾ മാർച്ച് 29-ാം തീയതിയാണ്. മാർച്ച് 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പരീക്ഷ. പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് ഈ ഒരു 9:30 മുതൽ 12:15 വരെയാണ്. ആ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മോർണിംഗ് ആണ് ഈ ഒരു എക്സാം ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ ഇത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു പരീക്ഷ സമയം എങ്കിലും ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പരീക്ഷ രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെ. അപ്പോൾ രാവിലെയാണ് ഈ ഒരു പരീക്ഷ ഉള്ളത്. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ജയിക്കാനായിട്ട് നിങ്ങൾ, അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലൊക്കെ ആയിട്ട് വിവിധ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എത്ര മാർക്ക് പരീക്ഷയിൽ വായിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ഒരു 24 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അതായത് 80 മാർക്കിലുള്ള വിഷയമാണ്. ഓരോ വർഷം 80 മാർക്ക്, 20 മാർക്ക് CE, അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. ഈ ഒരു രീതിയിലാണ് +1 ആയാലും +2 ആയാലും വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ നിങ്ങളൊരു 72 മാർക്കെങ്കിലും മിനിമം നേടിയെങ്കിലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് +2ലേക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് +1 പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷ ആയതുകൊണ്ട് ഇതിൽ 48 മാർക്ക് വായിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാനായിട്ട് 24 മാർക്കാണ് വേണ്ടത്. നിങ്ങൾക്ക് 2 വർഷം കൂടി ജയിക്കണമെങ്കിൽ ഇതിനോടൊപ്പം 24 കൂടി എക്സ്ട്രാ വാങ്ങിക്കണം. അതായത് 24 × 2 ഈ ഒരു 48 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുക. ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വർഷം ജയിക്കാൻ വേണ്ട മാർക്കിൻ്റെ ഇരട്ടി മാർക്ക് വാങ്ങിക്കുന്നതിനെയാണ് ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡബിൾ പാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ശനിയാഴ്ചത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ ഒരു 48 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ +2ൻ്റെ പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്ന ഒരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ കൂടി ടോട്ടൽ നോക്കുന്ന സമയത്ത് ഈ ഒരു 48ഉം 10ഉം 58 മാർക്ക് കിട്ടുകയും, അതുപോലെ തന്നെ ആകെ ജയിക്കാൻ വേണ്ട 48 മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് 2 വർഷത്തേത് കൂട്ടുമ്പോൾ കിട്ടിയത് കൊണ്ട് ആ ഒരു സബ്ജക്റ്റ് ജയിക്കുകയും ചെയ്യും. അതായത് പരീക്ഷയിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ 48 മാർക്ക് +1ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ +2ൽ നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് 58 മാർക്ക് 2 വർഷം കൂടി കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിച്ചതായിട്ട് കണക്കാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ട് ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സബ്ജക്റ്റ് ഞാൻ അറിയാതെ അതായത് ഈ ഒരു ഫസ്റ്റ് ഇയർ അല്ല +2ൻ്റെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പരീക്ഷ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ആ ഒരു വിദ്യാർത്ഥി ഓൾറെഡി ജയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു +2. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി അറിയാതെ ഈ ഒരു +2ൻ്റെ ഇത്തവണത്തെ കമ്പാർട്ട്മെൻറ്റിൽ കൂടി വീണ്ടും എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് പരിഗണിക്കില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് കിട്ടിയുള്ള ഈ ഒരു മാർക്കാണ് നിങ്ങൾക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലാണെങ്കിൽ, അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എന്ന് പറയുന്നത് +2 തോറ്റ ശേഷം വീണ്ടും ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +2ന് നിങ്ങൾക്ക് മുൻപ് ഈ ഒരു പരീക്ഷയ്ക്ക് +2ന് 24 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ +1ന് കിട്ടാത്ത കാരണം വീണ്ടും ഈ വർഷം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾ വീണ്ടും എഴുതിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ എഴുതിയ പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. ഈ ഒരു മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്ന 24 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ +1 ഇനി വരുന്ന, അതായത് മറ്റന്നാളത്തെ, അതായത് ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുള്ള +2ൻ്റെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ ഒരു മാർക്കിനെ 48 മാർക്കിൽ നിന്നും കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മാർക്കാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന, അതായത് +1 അല്ല +2ൻ്റെ ആ ഒരു മാർക്ക് എത്രയാണോ അതിനെ കുറക്കുകയാണ് ചെയ്യേണ്ടത്. 48ൽ നിന്നും നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്ന +2ൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എത്രയാണോ അതിനെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി വരുന്ന +1 പരീക്ഷയ്ക്ക്, അതായത് ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ +2ൻ്റെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ ഒരു 10 മാർക്കേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു +1ൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്ന സമയത്ത് എത്ര മാർക്ക് വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ 48ൽ നിന്നും ഈ ഒരു +2ന് കിട്ടാൻ സാധ്യതയുള്ള 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നോക്കുന്ന സമയത്ത് 38 മാർക്ക് കിട്ടും. ഇങ്ങനെ ഈ ഒരു 38 മാർക്ക്, അതായത് ഈ ഒരു 38 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 38 മാർക്ക്
മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 38 മാർക്കാണ് നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ കുറവുണ്ടാവാനാണ് സാധ്യത, ആ ഒരു മാർക്ക് നിങ്ങൾ ഇനി നാളത്തെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഡബിൾ പാസ് മാർക്ക് തന്നെ വായിക്കാൻ ശ്രദ്ധിക്കുക. അതായത് 48 മാർക്ക് തന്നെ വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.